ഇത് മണിത്തക്കാളി അല്ലെങ്കിൽ കരിന്തക്കാളി അല്ലെങ്കിൽ മണത്തക്കാളി എന്നൊക്കെ വിളിക്കുന്ന സസ്യമാണ് ഈ കാണുന്നത്. ഇതിന്റെ ശാസ്ത്രീയ നാമം സൊലാനം നിഗ്രം എന്നാണ്. ഇത് സാധാരണ നമ്മുടെ വഴുതന, കത്തിരി ഇവയെല്ലാം വർഗത്തിൽപ്പെട്ട ഒരു സസ്യമാണ് ഈ മണിത്തക്കാളി എന്ന് പറയുന്നത്. ഇത് ഏകദേശം ഒരു 4 അടിയോളമൊക്കെ മാക്സിമം പൊക്കം വരുന്ന ഒരു സസ്യമാണ് ഈ മണത്തക്കാളി. പൂക്കൾ വളരെ ചെറുതും വെളുത്തതുമായിട്ടുള്ളൊരു പൂക്കളാണ് ഈ മണത്തക്കാളിക്കുള്ളത്. ഇത് കായകൾ ആദ്യം ഒരു പച്ച കായ്കളും പഴുക്കുമ്പോൾ ഏകദേശം നീല കലർന്നിട്ടുള്ള ഒരു കറുപ്പ് നിറവും ഉണ്ടാവും. ഇത് ഹൃദയത്തിന്റെ ആരോഗ്യത്തിന് ഇതിന്റെ കായകൾ, പഴുത്ത പഴങ്ങൾ കഴിക്കുന്നത് വളരെ നല്ലതാണ് എന്ന് പറയുന്നുണ്ട്. ചില സ്ഥലങ്ങളിൽ മണിത്തക്കാളി എന്ന് തെറ്റിദ്ധരിച്ച് അവർ ഉപയോഗിക്കുന്നത് രക്തനെല്ലി എന്നുള്ള ഒരു സസ്യത്തെയാണ് അവർ ഉപയോഗിച്ചു വരുന്നത്. എന്നാൽ ഈ കാണുന്നതാണ് യഥാർത്ഥ മണിത്തക്കാളി എന്നുള്ള സസ്യം. ഇതിന്റെ പഴുത്ത പഴങ്ങൾക്ക് ചവർപ്പ് കലർന്ന ഒരു മധുര രുചിയാണ് ഇതിന്റെ പഴങ്ങൾക്ക് ഉള്ളത്. ഇത് ഇലക്കറി വെച്ച് കഴിക്കുന്നതും ഇത് സമൂലമുട്ട കഷായവും ആസ്മയ്ക്ക് വളരെ ഉപയോഗപ്രദമായ മരുന്നാണ്. കൂടാതെ വയറ്റിലെ അൾസർ, വായ്പുണ്ണ് ഇവയ്ക്കൊക്കെ ഈ മണത്തക്കാളി ഇലക്കറി വെച്ച് കഴിക്കുന്നത് വളരെ നല്ലതാണ്. ധാരാളം വൈറ്റമിൻ സി, ഇരുമ്പ്, കാൽസ്യം, ആൽക്കലോയിഡുകൾ അടങ്ങിയ ഒരു ഔഷധ സസ്യമാണ് ഈ മണത്തക്കാളി എന്ന് പറയുന്ന ഈ ഒരു സസ്യം. അതുകൊണ്ട് തന്നെ ഇത് നമുക്ക് രോഗപ്രതിരോധ ശേഷിക്കും, പിന്നെ നമുക്ക് ചർമ്മരോഗങ്ങൾ, ബ്ലഡ് പ്യൂരിഫിക്കേഷൻ എന്നിവയ്ക്കൊക്കെ, കണ്ണിന്റെ അസുഖങ്ങൾക്ക് എല്ലാത്തിനും വളരെ ഉത്തമമായ ഒരു സസ്യമാണ് ഈ മണത്തക്കാളി എന്നുള്ള ഈ സസ്യം. കൂടാതെ ഇതിന്റെ പഴുത്ത പഴങ്ങളും നമുക്ക് നേരിട്ട് കഴിക്കാവുന്നതാണ്. തമിഴ്നാട്ടിൽ ഈ വായ്പുണ്ണ്, കുടൽ പുണ്ണ് ഇവയ്ക്കൊക്കെ പാരമ്പര്യമായി ഉപയോഗിച്ചു വരുന്ന ഒരു ഔഷധമാണ് ഈ മണത്തക്കാളി എന്ന് പറയുന്നത്. തമിഴ്നാട്ടിൽ ഇതിനെ മണത്തക്കാളി എന്നാണ് വിളിക്കുന്നത്. കാരണം ഇതിന് ചെറിയൊരു സ്മെല്ലുള്ളത് കൊണ്ടാണ് അവർ ഈ മണത്തക്കാളി എന്നൊരു പേരിട്ട് ഇതിനെ വിളിക്കുന്നത്. ജലാംശവും വളക്കൂറും ഉള്ള മണ്ണുകളിൽ നന്നായി വളരുന്ന ഒരു സസ്യമാണ് ഈ മണിത്തക്കാളി. നമുക്ക് വീടുകളിൽ, ഗ്രോ ബാഗുകളിൽ ഇത് നല്ലതായിട്ട് നട്ടു വളർത്താൻ കഴിയുന്ന ഒരു സസ്യമാണ്. അതുകൊണ്ട് എല്ലാവരും ഈ സസ്യത്തെ നമ്മുടെ വീടുകളിലൊക്കെ നട്ടു വളർത്തണം എന്നാണ് എൻ്റെ ഒരു അഭിപ്രായം. അപ്പം ഇതാണ് മണിത്തക്കാളി എന്നുള്ള സസ്യം. വീണ്ടും ഔഷധ സസ്യങ്ങളെയും വൃക്ഷങ്ങളെയൊക്കെ വീഡിയോയിലേക്ക് വരാം. ഫോളോ ചെയ്യുക. ഓക്കെ, ബൈ.